ഹായ് ഫ്രണ്ട്സ്, പത്തനംമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുടെയൊക്കെ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അനിയുടെ പിന്നാലെ വന്ന അനാമിക വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതായത് നയനയുടെ അച്ഛനും അമ്മയും നന്ദുവും ഒക്കെയുള്ള വീട്ടിലാണ് അനാമിക അനിയുടെ കൂടെ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് പ്രശ്നമാക്കുകയാണ് അനാമിക. നീ എന്തിനാണ് ഇവിടെ വന്നത്? നിനക്കിവിടെ വരാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? നീ നന്ദുവിനെ നോക്കിയിട്ട് വരുന്നതല്ലേ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അനിയെ വഴക്ക് പറയാണ്. അത് കേട്ട് അച്ഛനും അമ്മയും ഒക്കെ പറയാണ്, എന്തിനാ മോനെ നീ ഇവിടെ വരുന്നത്? നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും എന്തെങ്കിലും പ്രശ്നമല്ലേ ഉണ്ടാകുന്നത്? ഇല്ല, ഞാൻ എന്തായാലും എൻ്റെ ഏടത്തി ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ വരും എന്നൊക്കെ പറയാണ് അനി. അനാമിക പിന്നെ ദേഷ്യത്തോടെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ അതൊക്കെ അകത്ത് നിന്ന് നയന കേൾക്കുന്നുണ്ടായിരുന്നു. നയന അത് കേട്ട് എണീറ്റ് വരികയാണ്. അപ്പോൾ നയനയുടെ അമ്മ കനക പറയാണ്, എന്തിനാ മോളെ നീ ഇങ്ങോട്ട് എണീറ്റ് വന്നത്? നയന പറയാണ്, അനി എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മനസ്സിൽ സംശയം വീണു കഴിഞ്ഞു, അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം. അനി അവളുടെ മനസ്സിൽ സംശയം വീണ സ്ഥിതിക്ക് നീ ഇനി ഇങ്ങോട്ട് വരാതിരിക്കാൻ നോക്കുന്നതാണ് നല്ലത്. അവളുടെ വൃത്തികെട്ട മനസ്സിൽ ഓരോരോ സംശയങ്ങൾ വന്നു കയറി തുടങ്ങിയാൽ പിന്നെ അതിന് ഞാൻ വളം വെച്ച് കൊടുക്കുന്നതിന് തുല്യമായിരിക്കും ഞാൻ അവൾ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് പെരുമാറിയാൽ. പിന്നെ അവൾ നിങ്ങൾ ഏട്ടത്തിമാരെ തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എനിക്ക് ശരി എന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. അവൾ കുറച്ച് ബ്ലഡ് വലിയമ്മക്ക് കൊടുത്തോ? അതുകൊണ്ടാർക്കും ഒരു ദോഷവും ഇല്ലല്ലോ. എന്നിട്ട് അതവൾ ചെയ്തില്ലല്ലോ. പറയാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ ഏട്ടത്തി കൊടുത്തതുപോലെ ആരും കൊടുക്കാൻ കൂട്ടാക്കില്ല. അങ്ങനെയുള്ളവൾക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കാനുള്ള ഒരവകാശവും ഇല്ല. പക്ഷേ അങ്ങനെ പ്രസംഗിക്കുമ്പോഴും ഞങ്ങളുടെ ചങ്കിൽ കൊള്ളുന്ന വർത്തമാനമല്ലേ മോനെ അവൾ പറയുന്നത്? ഗോവിന്ദൻ പറയാ. അവൾ പറയട്ടെ, ഇനി ഇതിൻ്റെ പേരിൽ അവൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഒന്നും ഞാൻ കാര്യമാക്കുന്നില്ല. കുടുംബത്തെ സ്നേഹിക്കാത്തവൾ കുടുംബത്തിൻ്റെ പുറത്തു നിൽക്കുന്നത് തന്നെ നല്ലത്. മോളെ, ചേച്ചിയെ കൊണ്ടുപോയി കിടത്ത്. എഴുന്നേറ്റ് നിൽക്കാറായിട്ടില്ല. അതിനു മുമ്പാണ് അവൾ ഇങ്ങോട്ടേക്ക് നടന്നു വന്നത്. പിന്നെ കനക സങ്കടത്തോടെ ചോദിക്കുകയാണ്, ഗോവിന്ദേട്ടാ ഇതിനിപ്പോൾ എന്താ ഒരു പരിഹാരം? പരിഹാരം ഒന്നേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നന്ദുവിൻ്റെ കല്യാണം നടത്തണം. അതിന് നന്ദുട്ടൻ സമ്മതിക്കുന്നില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് ഡ്രസ്സൊക്കെ പെട്ടിയിലേക്ക് മടക്കി വെക്കുകയാണ്. ആ സമയത്താണ് അനി അങ്ങോട്ടേക്ക് വരുന്നത്. എടാ നിന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു. നീ അങ്ങനെ തോറ്റു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ ഇഷ്ടത്തിനാണ് വീട് വിട്ടു പോയത്. അങ്ങനെയാണെങ്കിൽ അവൾ സ്വയം തെറ്റ് മനസ്സിലാക്കിയിട്ട് അവൾ തന്നെ തിരികെ വരിക വേണ്ടത്. ഞങ്ങളുടെയൊക്കെ തീരുമാനം അതാണെങ്കിലും പക്ഷേ ഇപ്പോൾ ആ തീരുമാനത്തോട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് ഒരേ നിർബന്ധം, നീ അനാമികയുടെ വീട്ടിൽ പോയിട്ട് അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കണം എന്ന്. എടാ നീ തല്ലിയ കാര്യമൊക്കെ അവൾ അമ്മയോട് പറഞ്ഞു. അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങളൊന്നും അമ്മയോട് പറയാൻ പാടില്ലാത്തതാ. പക്ഷേ അവൾ എല്ലാം അമ്മയോട് പറഞ്ഞു. അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നവർക്കല്ലേ അത്തരം ബോധങ്ങളൊക്കെ ഉണ്ടാവും. അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ പുറമേ കാണുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. അത് നിന്നെപ്പോലെ തന്നെ എനിക്കും അറിയാം. പക്ഷേ ഇവിടെ ഇപ്പം നിവൃത്തിയില്ലാതായിപ്പോയി. അമ്മയുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നമ്മൾ സാധിപ്പിച്ചു കൊടുക്കലേ നിവൃത്തിയുള്ളൂ. എനിക്കത് നടക്കുമെന്ന് തോന്നുന്നില്ല ഏട്ടാ. നിൻ്റെ വലിയമ്മയ്ക്ക് വേണ്ടിയല്ലേ, ഒന്ന് പോയി വിളിക്ക്. അല്ല ഏട്ടാ, ഞാൻ വിളിച്ചാലും ചിലപ്പം അവൾ വരില്ല. നീ വിളിക്കുന്നില്ല എന്ന് അവൾ അമ്മയോട് പരാതി പറഞ്ഞതോ? അതിനുശേഷം ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ ഏട്ടത്തിയെ വലിയമ്മയെ സഹായിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഏട്ടത്തിയെ കണ്ടേ പറ്റൂ. ഞാൻ ഏട്ടത്തിയുടെ വീട്ടിലുണ്ടെന്ന് അവൾ എങ്ങനെയോ അറിഞ്ഞു. ഞാലെ വരികയും ചെയ്തു. എന്നിട്ട് തവണ ഏട്ടത്തിയുടെ അച്ഛനും അമ്മയും ഇടപെട്ടത് കൊണ്ട് അവളുടെ കരണത്ത് പാട് വീണില്ല. അതുപോലുള്ള സംസാരമായിരുന്നു അവളുടെ വായിൽ നിന്നും വന്നത്. ഞാനത് കേട്ടോ? കേട്ടിരുന്നു. അങ്ങനെയൊരു സംഭവം നടന്ന സ്ഥിതിക്ക് ഇനി ഞാൻ അവളെ പോയി വിളിച്ചാൽ അവൾ വരുമോ? നീ പോയി കുറച്ച് സോഫ്റ്റായിട്ട് സംസാരിച്ച് നോക്ക്, അപ്പോൾ അവൾ വരും. വലിയമ്മയ്ക്കും ഏട്ടനും വേണമെങ്കിൽ ഞാൻ പോയി വിളിച്ചു കൊണ്ടുവരാം. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു തരി പോലും സ്നേഹം അവളോടില്ല. എൻ്റെ മനസ്സമാധാനം തല്ലിക്കെടുത്തുന്ന ഒരു തീ എന്തിനാ ഏട്ടാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾ അകന്നു പോവില്ലേ? പൊരുത്തപ്പെടാത്ത ബന്ധങ്ങൾ അകന്നു പോകുന്നതാ ഏട്ടാ നല്ലത്. നീ അങ്ങനെ പറയരുത്. ഈ തറവാട്ടിൽ വിവാഹം കഴിഞ്ഞ ആരും ഇതുവരെ വേർപിരിഞ്ഞ് പോയിട്ടില്ല. ഏട്ടാ, പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെയും നമ്മളെ കുടുംബത്തെയും സ്നേഹിക്കാത്തൊരുത്തിയെ ഇവിടെ നിർത്തണം എന്ന് പറയുന്നത് തന്നെ തെറ്റാ. പിന്നെ എന്താ നിൻ്റെ മനസ്സിൽ? എടാ മോനെ, നീയും അനാമികയും തമ്മിൽ അകലുന്നത് നിൻ്റെ ഏട്ടത്തിക്ക് തന്നെ വലിയ വിഷമമാണ്. നേരത്തെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും. എനിക്ക് നന്ദുവിനോടുള്ള ഇഷ്ടം വിവാഹത്തിന് കുറച്ച് മുമ്പെങ്കിലും നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ കാര്യം ഞാൻ നടത്തിയേനെ.
ദർശൻ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുക്കുന്നതിന് മുമ്പെങ്കിലും നീ ഈ കാര്യം എന്നോട് പറയണമായിരുന്നു. അതൊന്നും ചെയ്തില്ല. ഇപ്പോൾ അനാമിക നിന്റെ ജീവിതത്തിലേക്ക് വരികയും ചെയ്തു. നീ ഇപ്പോൾ പൊരുത്തക്കേടെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് പോവുകയേ നിവൃത്തിയുള്ളൂ എന്ന് അനിയോട് ആദർശ് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനുൾപ്പെടെ എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നീ അങ്ങനെ കുടുംബമില്ലാതെ ജീവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല അനി. അത് മാത്രമല്ല, നീ അനാമികയെ വിളിച്ചു കൊണ്ടുവന്ന് എന്ന് പറയുമ്പോൾ അമ്മയ്ക്കും നല്ല സന്തോഷമായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ചെന്ന് അമ്മയെ കാണുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതിനേക്കാൾ സന്തോഷമാവും. ശരിയേട്ടാ, ഞാൻ പോയി ഒന്ന് വിളിച്ചു നോക്കട്ടെ. പിന്നെ കാണിക്കാതെ അനാമികയുടെ വീട്ടിൽ അനാമികയുടെ അച്ഛനും അമ്മയും അനാമികയോട് അവരോട് സംസാരിക്കുകയാണ്. എന്നെ അങ്ങോട്ട് തള്ളിവിടായിട്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവനാണെങ്കിലോ എന്നെ വന്ന് വിളിക്കാൻ ഒരു താല്പര്യവും ഇല്ല. അവൻ പോകുന്നത് അവളുടെ വീട്ടിലേക്കാണ്. അവന് കാണേണ്ടത് അവളെയാ, അല്ലാതെ അവന് കാണേണ്ടത് എന്നെയല്ല. അപ്പോൾ രേവതി പറയാണ്, അതുകൊണ്ട് തന്നെയാണ് മോളെ നീ ഇവിടെ വന്ന് നിൽക്കരുത് എന്ന് പറയുന്നത്. നീ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവന് അവളുമായിട്ട് കൂടുതൽ അടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അനാമിക പറയാണ്, അങ്ങനെ വേറൊരുത്തിയെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരുത്തനെ ഞാനിങ്ങനെ സ്നേഹിക്കാനാമ്മേ? പിന്നെ എന്താ നിൻ്റെ ഉദ്ദേശം? എല്ലാം കളഞ്ഞ് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാനോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഒരുപാട് കഷ്ടപ്പെട്ട് അനന്തപുരിയിലെ മരുമകൾ ആയത്? ഒരു സമയത്ത് നിനക്കായിരുന്നു ഞങ്ങളെക്കാൾ ആ വീട്ടിലേക്ക് പോകാനുള്ള താല്പര്യം. ആ നന്ദു എന്ന് പറയുന്നവളുടെ മുന്നിൽ തോൽക്കുന്നതാണ് എൻ്റെ പ്രശ്നം. ഇപ്പം തോറ്റത് അവളല്ലേ മോളെ? അവൾ അനിയെ സ്നേഹിച്ചിട്ട് അവൾക്ക് അനിയെ കിട്ടിയോ? അവളുടെ കൺമുന്നിൽ വെച്ചല്ലേ അവൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. അതിനപ്പുറം ഇനിയും ഒരു തോൽവിയുണ്ടോ മോളെ? അപ്പോഴാണ് അനി വരുന്നത്. അനിയെ കണ്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ്, രേവതിയും അവളുടെ അച്ഛനും അനാമികയൊക്കെ. ഞങ്ങൾ നിന്നെ പറ്റിയായിരുന്നു മോനെ സംസാരിച്ചു കൊണ്ടിരുന്നത്. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു. എൻ്റെ ഏട്ടത്തിയുടെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാനാണോ മോൻ വന്നത്, അതോ മോളെ വിളിച്ചു കൊണ്ടുപോകാനോ? വേണു അങ്ങനെ പറഞ്ഞപ്പോൾ അനി പറഞ്ഞു, അത് ഇവളെ വിളിച്ചു കൊണ്ടുപോകാൻ തന്നെയാണ്. അനാമിക വിട്ടുകൊടുക്കാത്ത ഭാവത്തിൽ പറയുകയാണ്, ഞാനെങ്ങും വരുന്നില്ല. ഇത്രയും ദിവസം അനി വന്ന് വിളിക്കുന്നില്ലല്ലോ എന്നായിരുന്നല്ലോ നിൻ്റെ പരാതി. ഇപ്പം മോൻ വന്ന് വിളിച്ചല്ലോ, പിന്നെന്താ പോയാൽ? ഞാൻ ഇപ്പോഴല്ലേ എന്നെ വിളിക്കാൻ വന്നത്. എന്നാൽ ഇവൻ അവസരം കിട്ടുമ്പോഴൊക്കെ അവളുടെ വീട്ടിലും അവളെ ഹോസ്പിറ്റലിൽ പോയി കാണാനും ഒക്കെ പോവുക. അത് കേട്ട് അനി പറയാണ്, വഴക്കുണ്ടാക്കാനല്ല ഞാൻ വന്നത്, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ. വരുന്നുണ്ടെങ്കിൽ വാ. കേട്ടോ നിങ്ങൾ? അപ്പോഴും അവന് താല്പര്യം ഉണ്ടെങ്കിൽ ചെന്നാൽ മതി. താല്പര്യമില്ലാതെ ആരും വരില്ലല്ലോ. അത് കേട്ട് രേവതി പറയാണ്, മോളിങ്ങോട്ട് വന്നേ, മോളോട് എനിക്ക് സംസാരിക്കാനുണ്ട്. മോളിങ്ങോട്ട് വന്നേ. നിന്നോട് എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ വഴക്കുണ്ടായാൽ എപ്പോഴും തോറ്റു കൊടുക്കുന്നത് ആണുങ്ങൾ തന്നെയായിരിക്കും. പെൺകുട്ടികൾക്ക് വാശി ഇത്തിരി കൂടുതലായിരിക്കും. എങ്കിലും അവർ പിണങ്ങി പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ പിന്നാലെ അവരുടെ ഭർത്താക്കന്മാർ പോകും എന്നായിരിക്കും അവരുടെ ചിന്ത. എൻ്റെ മോളും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. എന്തായാലും മോനിപ്പോൾ വന്നല്ലോ. ഞാൻ വന്നത് എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിട്ടില്ല. അവശതയിൽ കിടക്കുന്ന വല്യമ്മ ആദർശേട്ടനോട് പറഞ്ഞു, അമ്മയ്ക്ക് പോയി വിളിച്ചു കൊണ്ടുവരാൻ എന്നോട് പറയണമെന്ന്. ഓഹോ, അപ്പോൾ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ടാണോ മോൻ വന്നത്? പിന്നെ അങ്ങനെ ഇഷ്ടം തോന്നിയിട്ട് വരാൻ മാത്രം പ്രവൃത്തിയും സംസാരവും ഒന്നും അച്ഛൻ്റെ മകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലല്ലോ. എല്ലാം ശരിയാവും മോനെ, എൻ്റെ മോളൊരു പാവമാ. നീ വിളിക്കാൻ വരായിട്ട് ഇത്രയും ദിവസവും കരച്ചിലായിരുന്നു മോനെ. ആര്? അവളോ? അവൾ തന്നെ. മോളെ നമ്മൾക്കല്ലേ അറിയാവൂ. മോനിപ്പോൾ വന്നപ്പോൾ അവളുടെ മുഖത്ത് അവൾ എതിർത്ത് പറഞ്ഞെങ്കിലും അവളുടെ മുഖത്തൊരു സന്തോഷമുണ്ട് മോനെ. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിനായാലും മറ്റൊരു പെണ്ണിൻ്റെ പിറകെ അവളുടെ ഭർത്താവ് പോകുന്നത് ഇഷ്ടപ്പെടുമോ? ഞങ്ങൾക്ക് പോലും അത് സഹിക്കുന്നില്ല. പിന്നെ കൊച്ചു പെണ്ണായ അവളുടെ കാര്യം പറയണോ? അപ്പോൾ വേണു മനസ്സിൽ ചിന്തിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് മോനെ ഞങ്ങളിവിടെ നിൽക്കുന്നത്. നിന്നെ ഞങ്ങൾക്കും വേണ്ട, നിൻ്റെ സ്വത്താണ് ഞങ്ങൾക്ക് വേണ്ടത്. പിന്നെ അനിയും അനാമികയും അവരുടെ സ്വന്തം വീട്ടിലേക്ക് എത്തി. അപ്പോൾ പെട്ടെന്ന് തന്നെ ജാനകി അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്ന മോനെയും മരുമോളെയും കണ്ട് സന്തോഷത്തോടെ വിളിക്കുകയാണ്, ദേ ജലജേ, മോള് വരുന്നുണ്ട്. മോളെ കണ്ടതും ജാനകി കെട്ടിപ്പിടിക്കുകയാണ്. അതുപോലെ തന്നെ മോളും അപ്പുറം കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ജലജ പെട്ടെന്ന് ചോദിക്കുകയാണ്, ആഹാ, മോള് വന്നോ? ജലജ അതേ സ്പോട്ടിൽ തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഒരുത്തി കുറഞ്ഞാൽ അത്രയും നല്ലത് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇതിപ്പോൾ തല്ലുകൊണ്ടിട്ടും അവൾ വന്നിരിക്കുക, നാണം കെട്ടവൾ. അനാമിക പറയാണ് ജാനകിയോട്, വരണ്ടാന്ന് വിചാരിച്ചതാ, പിന്നെ അച്ഛനും അമ്മയും നിർബന്ധിച്ചു. അതെന്തൊരു പറച്ചിലാ മോളെ, ഇത്രയും ദിവസം ഇവൻ വന്ന് വിളിക്കുന്നില്ല എന്നായിരുന്നല്ലോ മോളെ പറച്ചിൽ. അപ്പോൾ അവൻ വന്ന് മോളെ വിളിച്ചില്ലേ? അങ്ങനെ സ്നേഹത്തോടെ ഒന്നുമല്ല അവൻ വിളിച്ചത്.
വല്യമ്മയും അമ്മയും ഒക്കെ നിർബന്ധിച്ചതുകൊണ്ട് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നുമല്ല മോളെ, ഇവൻ്റെ ഉള്ളിൽ മോളോട് സ്നേഹമുണ്ട്. എടാ മോനെ, അങ്ങനെ സ്നേഹിക്കാൻ മാത്രം ഇവരുടെ ഭാഗത്ത് നന്മയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അനി അപ്പം തന്നെ പറയാണ്. ഉണ്ടോ അമ്മേ? അപ്പ ജാനകി പറയാണ്, ദേ ഒരുപാട് വേദനയോടെയായിരിക്കും നിനക്കൊപ്പം മോളെ പറഞ്ഞു വിട്ടത്. ഒരു കാരണവശാലും നീയായിട്ട് മോളുടെ കണ്ണ് നനക്കരുത്. അപ്പോൾ അനി പറയാണ്, കണ്ണ് നനയാതിരിക്കാനുള്ള കാരണം ഇവളുണ്ടാക്കാതിരുന്നാൽ മതി. പെട്ടെന്നായിരുന്നു ജലജ പറഞ്ഞത്. നീ ആ മൊട്ടച്ചിയെ കാണാതിരുന്നാൽ ഒരു കുഴപ്പമില്ല. ആ മൊട്ടച്ചി എൻ്റെ ഏട്ടത്തിയുടെ കൂടെ പറപ്പാ. അതുകൊണ്ട് അവളെ കാണരുതെന്നും അവളുടെ അടുത്ത് പോകരുതെന്നും അവളോട് സംസാരിക്കരുത് എന്നും പറയാൻ ഇവിടെ ആർക്കും അവകാശമില്ല. ഇത് കേട്ട് അനാമിക പറയാണ്, ഇനി ഇവിടെ നിന്നാൽ വന്നതിനേക്കാൾ സ്പീഡിൽ എനിക്ക് തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അകത്തേക്ക് പോവുക. നീ എന്താണ് ഇങ്ങനെയായിപ്പോയത്? അത് തന്നെ എനിക്ക് അമ്മയോട് ചോദിക്കാനുള്ളത്. അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അവൾ വന്നേ പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ മാറ്റം ഉണ്ടായത്. ആ മാറ്റത്തിന് കാരണം നീ ഇപ്പോൾ പറഞ്ഞ ആ നിൻ്റെ ഏട്ടത്തിയുണ്ടല്ലോ, അവളും നന്ദുവും ചേർന്ന. മോനെ, എൻ്റെ അബിക്ക് അല്പം മോശ സ്വഭാവമുണ്ട്. എന്നാൽ നിനക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴയ ബന്ധമൊക്കെ മറക്കണം മോനെ. അവൾ ഇനി ഇങ്ങോട്ട് വന്നാൽ ചൂലെടുത്ത് അവളുടെ മുഖത്തടിക്കും. അങ്ങനെ മുഖത്തടിക്കുമ്പോൾ എൻ്റെ അമ്മ എന്ന പരിഗണനയിലും ഏട്ടത്തിയുടെ ഇളയമ്മ എന്ന പരിഗണനയിലും നന്ദു ചിലപ്പോൾ പ്രതികരിച്ചില്ല എന്ന് വരും. പക്ഷെ അവൾ പ്രതികരിച്ച് തുടങ്ങിയാലുണ്ടല്ലോ, അമ്മ ഹോസ്പിറ്റലാണ്. നല്ല തണ്ടും തടിമിടുക്കും ഉള്ള ആണുങ്ങൾക്ക് അവളെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അതാരും മറക്കണ്ട. അതും പറഞ്ഞ് അനിയും പോയി, അതിൻ്റെ പിന്നാലെ ജാനകിയും പോയി. അപ്പോൾ ജലജ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, അവൻ പറഞ്ഞതുപോലെ ഒരു രംഗം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അവൾ ഇവിടെ വന്ന് ജാനകിയെ തല്ലുന്നു, ജാനകി മരുമകളെ തല്ലുന്നു, കൂടെ അടിയാവുന്നു. അതൊക്കെ കാണാൻ നല്ല ചന്തമുള്ള കാഴ്ചയായിരിക്കും. ചിലപ്പോൾ ദൈവം അതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാക്കുമായിരിക്കും. പിന്നെ ഇതാ നവ്യ ഒരിടത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് അനാമിക പറയാണ്, നീ കരുതിയായിരിക്കും ഞാൻ അവിടെ തന്നെ അങ്ങ് നിൽക്കുമായിരിക്കും എന്ന്. തുടങ്ങി വന്നിരിക്കുക. നാണം കെട്ടല്ല, എൻ്റെ ഭർത്താവ് തന്നെയാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. നവ്യ പറയാണ്, നിന്നെ വിളിച്ചുകൊണ്ട് വരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിലെനിക്കൊരു സങ്കടവും ഇല്ല. വന്ന സ്ഥിതിക്ക് മര്യാദയ്ക്ക് നിന്നാൽ മതി, മറ്റുള്ളവരുടെ തലയിൽ കയറാതെ. കുത്തി വീട് വിട്ട് പോയി കഴിഞ്ഞു. ഇനിയും അധികകാലമൊന്നും ഇവിടെ കാണില്ല. ഈ തറവാട് നിന്റെ പേരിൽ എഴുതി വെച്ചോ. ഇത്രയ്ക്ക് തൻ്റെ ഇടത്തോടെ സംസാരിച്ചതുകൊണ്ട് ചോദിക്കാം, നിന്നെയൊന്നും ഈ വീടിൻ്റെ മരുമകളായിട്ട് ആരും കണ്ടിട്ടില്ല. എന്തിനാ നീയൊക്കെ ഇവിടെ ഇങ്ങനെ കടിച്ചു തോന്നുന്നത്? പോട്ടെ, നിനക്ക് നിൻ്റെ ഭർത്താവ് ഒരു സ്ഥാനം തരുന്നുണ്ടോ ഭാര്യയുടേത്? അനി നിന്നെ ഭാര്യയായിട്ട് കാണുന്നുണ്ടോ? ഇപ്പം അനി നന്ദുവിൻ്റെ പിറകെ നടക്കുകയാണെന്ന് പറഞ്ഞ് നീ ബഹളം ഉണ്ടാക്കല്ലേ? ഇപ്പം തന്നെ അനി എൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞ് നീ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? എൻ്റെ അനിയത്തി അഴിഞ്ഞാടി നടക്കുമ്പോൾ എങ്ങനെയാ പിന്നെ പ്രശ്നമില്ലാതിരിക്കുന്നത്? എൻ്റെ അനിയത്തി അഴിഞ്ഞാടി നടക്കുമൊന്നുമല്ല. അവളുടെ പിന്നാലെ ഇപ്പോഴും അനി പോകുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ പരാജയമാണ്. കല്യാണം കഴിഞ്ഞിട്ടും നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിൻ്റെ ദാമ്പത്യം നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്ന് വേണം കരുതാൻ. ഇങ്ങനെയുള്ളവൾ എങ്ങനെയാടി ഒരു വീട്ടിലെ മരുമകൾ ആവുന്നത്? ഈ പറയുന്നവളോട് നിൻ്റെ ഭർത്താവിന് ഭയങ്കര സ്നേഹമാണല്ലോ. ഏട്ടൻ നിന്നെ ഭാര്യയായിട്ട് കരുതുന്നുണ്ടോ? എന്നെ അവൻ ഭാര്യയായിട്ട് കാണുന്നില്ലെങ്കിലും എൻ്റെ വയറ്റിൽ അവൻ്റെ ഒരു കുഞ്ഞുണ്ട്. നാളെ ആ കുഞ്ഞ് ജനിച്ചാൽ അതിൻ്റെ അച്ഛൻ അവനാ. അതുകൊണ്ട് ഈ വീട്ടിലിപ്പോൾ നിന്നേക്കാൾ അധികാരം എനിക്കുണ്ട്. അനിയുടെ ഒരു കുഞ്ഞ് നിൻ്റെ വയറ്റിൽ ജനിക്കണമെന്ന് എനിക്ക് പോലും ആഗ്രഹമില്ല എന്ന് നിനക്കെങ്ങനെ അറിയാം? അങ്ങനെ അവൻ നിന്നോട് പറഞ്ഞോ? പറയുന്നത് എന്തിനാ? ചിലതൊക്കെ കാണുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് അത് ഊഹിച്ചെടുക്കാമല്ലോ. അപ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വന്നത്. അനി ചോദിക്കുകയാണ്, അനാമികേ, എന്താ ഇവിടെ ഒരു വഴക്ക്? ഞാനിങ്ങോട്ട് വന്നില്ല, അതിനു മുമ്പേ എന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കുക. അപ്പോൾ അനി പറയാണ്, അതേ, ഇത് നിൻ്റെ ഏട്ടത്തിയാ, അല്ലാതെ അനിയത്തിയല്ല. ആ ഒരു ബഹുമാനത്തോടെ വേണം സംസാരിക്കാനും പെരുമാറാനും ഒക്കെ. ഞാൻ ഇവളെയും ഇവളുടെ അനിയത്തിയെയും ഏട്ടത്തിമാരായിട്ട് കണ്ടിട്ടില്ല, ഇനി കാണുകയില്ല. അങ്ങനെയെങ്കിൽ ആ ഒരു നിലവാരത്തിലുള്ള പെരുമാറ്റം മാത്രമേ അവരിൽ നിന്നും പ്രതീക്ഷിക്കണ്ടൂ. അങ്ങനെ പെരുമാറിയാൽ അതിന് മറുപടി കൊടുക്കാനും എനിക്കറിയാം. കഴിഞ്ഞെങ്കിലും എനിക്കൊരു കുഞ്ഞ് ജനിക്കില്ല എന്നാണ് ഇവൾ പറയുന്നത്. അനി, നീ അങ്ങനെ ഒരു വാക്ക് ഇവൾക്ക് കൊടുത്തിട്ടുണ്ടോ? സംസാരിച്ച് അതിൻ്റെ ലെവൽ മാറ്റണ്ട. നിൻ്റെ പാട് നോക്കി പോകാൻ നോക്ക്. അല്ലെങ്കിലും എല്ലാത്തിൻ്റെയും അവസാനം നീ എന്നെയല്ലേ കുറ്റപ്പെടുത്തൂ? പറഞ്ഞിട്ട് കാര്യമില്ലടാ. അവൾ അതും പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ നവ്യ പറയാണ്, ഞാൻ അവളോട് വഴക്കിന് പോയില്ല അനി, അവൾ ഇങ്ങോട്ടേക്ക് വന്നതാ. അതെനിക്കറിയാം, ഞാനത് കാര്യമാക്കുന്നില്ല. അനി വീട്ടിൽ പോയിട്ട് നയനെ കണ്ടായിരുന്നോ?
അവളെന്താ നീ ഇങ്ങോട്ട് വരാത്തത്? ആ അത് പിന്നെ ഏട്ടത്തി വീടും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. ആദർശേട്ടൻ മലയ്ക്ക് പോയിട്ട് വരുന്നതുവരെ ഇവിടെ ഏട്ടത്തി ഉണ്ടാവാൻ പാടില്ല എന്നായിരുന്നല്ലോ വല്യമ്മയുടെ തീരുമാനം. അതനുസരിക്കാനാ ഏട്ടത്തി നോക്കുന്നത്. തന്നെ ദേ വല്യമ്മ പറഞ്ഞതുകൊണ്ടാ അനാമികയെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്. നാണം കെട്ടിട്ട്. നമ്മളെക്കാൾ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്നവർക്കല്ലേ. അതിനനുസരിച്ച് ജീവിക്കണ്ടേ. അതേ ഉള്ളൂ. ഇപ്പോൾ ഞാനേടത്തിയും ഞാനും ഒക്കെ ചെയ്യുന്നത് അത് തന്നെയാണ്. ഞാനക്ക് ഫ്രൂട്ട്സൊക്കെ കൊടുക്കണം നന്ദു അടുത്തിരുന്നിട്ട്. അപ്പോഴാണ് നവ്യ നയനയെ വിളിക്കുന്നത്. അനിയെ ഇനി എത്ര വിലക്കിയാലും അനി ഇങ്ങോട്ട് വരാതിരിക്കില്ല, നയന നന്ദുവിനോട് പറയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഇനി ആദർശേട്ടനും അച്ഛനും ഒന്നും പറയത്തുമില്ല. പക്ഷേ മോളിനി അനിയായിട്ട് കുറച്ച് അകലം പാലിക്കുന്നത് നല്ലത്. അവൻ്റെ കുടുംബജീവിതം തകരുന്നത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ആദർശേട്ടനായിരിക്കും. അതൊക്കെ എനിക്ക് അറിയാം ചേച്ചി. അപ്പോൾ ഫോൺ എടുത്ത് കൊടുത്തിട്ട് പറയാണ് നവ്യച്ചയെ വിളിക്കുന്നത്. ചേച്ചി. അപ്പോൾ നവ്യ പറയാണ്, നീ എവിടെയാ നയനെ? നീ എന്താ ഇങ്ങോട്ട് വരാത്തേ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, മലക്ക് പോകുന്നത് കൊണ്ട്. അത് കഴിഞ്ഞു വരുന്നവരെ ഞാനിവിടെ നിൽക്കുന്നത് ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചെന്ന്. അപ്പോൾ ഞാൻ വീട്ടിലാണ് ഉള്ളത്. അവൾ വന്നിട്ടുണ്ട്, അനാമിക. വെല്ലുവിളിയോടെയാണ് അവൾ വന്നിരിക്കുന്നത്. ചേച്ചി ഇനി വഴക്കിനൊന്നും പോവണ്ട, പ്രത്യേകിച്ച് വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോൾ എന്ന് കരുതി അവൾ തമ്പുരാട്ടി ചമഞ്ഞാൽ നമ്മൾ അടിയാളരാവത്തില്ലേ. പറയേണ്ടത് അവൾ പറയുന്നതിന് അപ്പുറം പറഞ്ഞിരിക്കും. നീയും കൂടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പൊരുതായിരുന്നു. ഞാൻ വന്നാലും പൊരുതാനൊന്നുമില്ല. അങ്ങനെ പൊരുതിയാൽ ഇനി അവൾ വീണ്ടും അനിയായിട്ട് വഴക്കിട്ടിട്ട് വീട്ടിലേക്ക് പോകും. നമ്മളായിട്ട് എന്തായാലും അവളെ ഒഴിവാക്കണ്ട. അവിടെ വന്നിരുന്നു അല്ലേ? വന്നിരുന്നു. നീ വന്ന സമയത്ത് തന്നെയാണ് അവളും വന്നത്. നീ എന്തിനാ അങ്ങോട്ട് വന്നേ? അത് ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് വന്നതാ. എനിക്ക് അനാമികയെ ഇഷ്ടമല്ല നേനെ. ഇപ്പോഴും അവൻ്റെ മനസ്സിൽ നന്ദുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കല്ലേ ചേച്ചി. നമ്മളായിട്ട് അനിയിൽ പ്രതീക്ഷയൊന്നും ഉണ്ടാക്കരുത്. നന്ദുവിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചേച്ചിയും ഒന്ന് സൂക്ഷിക്കണം. എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാണ് ചുറ്റിനും ഉള്ളത് എന്ന് ഓർക്കണം ചേച്ചി. അതൊക്കെ നോക്കി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്നാൽ സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. ബാക്കി നാളെ കാണാം. ബൈ ബൈ.